ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോപ്പ് ഡൗട്ടിങ് യുവർ സെൽഫ്, സ്റ്റാർട്ട് ബിക്കമിങ് യുവർ സെൽഫ് അല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തോൽക്കുന്നത് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെന്താണ്? സ്വയം വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് പലപ്പോഴും സാഹചര്യങ്ങളല്ല. എനിക്ക് കഴിയില്ല എന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ ശത്രുവാണ് നിങ്ങളെ പലപ്പോഴും തോൽവിയിലേക്ക് നയിക്കുന്നത്. ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദത്തെ മാറ്റാനായിട്ട് കഴിവുള്ള വളരെ മനോഹരമായ ഒരു സ്റ്റോറി ഞാൻ പറയാം. ആ സ്റ്റോറി എന്ന് പറയുന്നത് സ്കൾപ്ചർ ആൻഡ് ദ സ്റ്റോൺ. ഒരു ശില്പിയും ഒരു സ്റ്റോണും. ഒരിക്കലൊരു ഗ്രാമത്തില് അതിപ്രഗത്ഭനായ ഒരു ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു വലിയൊരു കല്ല് കൊണ്ടുവന്നു. അത് കണ്ട എല്ലാവരും പറഞ്ഞു, ഇതിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. കല്ല് ഒരുപാട് പൊട്ടലുകളുള്ള കല്ലായിരുന്നു അത്. പക്ഷേ അത് കേട്ടപ്പോൾ ശില്പി ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും അല്പമായി ആ കല്ലില് കൊത്തി തുടങ്ങി. ഗ്രാമവാസികൾ അവനെ പരിഹസിച്ചു. എന്തിനാണ് നിന്റെ സമയം വെറുതെ കളയുന്നത്? ആ കല്ല് ഉപയോഗശൂന്യമാണ്, നിന്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ ശില്പി വളരെ മനോഹരമായ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശില്പം അനാവരണം ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരാൾ ചോദിച്ചു, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രതിമ നിനക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു? ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഈ പ്രതിമ ആ കല്ലിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് അതിനെ മറച്ചു വെച്ചിരുന്ന ഭാഗങ്ങളെ നീക്കം ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഭയം, സംശയം, നെഗറ്റീവ് ചിന്തകള്, ഇവയൊക്കെയാണ് ആ ഒരു കഴിവിനെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും മറച്ചു വെക്കുന്നത്. അവ നിങ്ങളെന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ലോകം അറിയും. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും. സെൽഫ് ഡൗട്ട് ഈസ് എ ഹാബിറ്റ്, ദാറ്റ്സ് നോട്ട് എ ട്രൂത്ത് ആക്ച്വലി. എനിക്ക് കഴിയില്ല, ഞാൻ ഇതിന് അർഹതപ്പെട്ട ആളല്ല, ഞാൻ മതിയായ ആളല്ല, ഇതൊക്കെ പച്ചക്കള്ളങ്ങളാണ്, ഇത് സത്യമല്ല. വീണ്ടും വീണ്ടും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകളാണ് അവയെല്ലാം. എനിക്ക് കഴിയില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തയാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മാറും. ശരിയല്ലേ? എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കമ്പാരിസൺ ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. ഒരിക്കലും ഒരു റോസാപ്പൂവ് ഒരു സൂര്യകാന്തി പൂവിനോട് മത്സരിക്കില്ല. ഒരു മാവ് ഒരിക്കലും ഒരു തെങ്ങിനെ പോലെ വളരാനായിട്ട് ശ്രമിക്കില്ല. ഓരോ പ്ലാന്റിനും അതിൻ്റെതായിട്ടുള്ള ചില കഴിവുകളുണ്ടല്ലേ? ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലേ? അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം യാത്രയുണ്ട്. മറ്റുള്ളവരുടെ വിജയം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ ഒരിക്കലും ചെറുതാക്കരുത്. അതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അവരെക്കാളുമൊക്കെ, അവരുടെ ഉള്ളിലൊക്കെ ഉള്ളതിനേക്കാളും ഒക്കെ എത്രയോ കഴിവുകൾ നിങ്ങളുടെ ഉള്ളില് മറഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങളത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിക്കം ഹൂ യു ആർ മെന്റ് ടു ബി എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ മൂല്യങ്ങൾ കണ്ടെത്തുക, നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുടരുക. വിജയം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളെ പോലെ ആകാനായിട്ട് ശ്രമിക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റൊരാളെ പോലെ ആകുന്നതല്ല വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷനായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നത്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് 5 ഡെയിലി കോൺഫിഡൻസ് ഹാബിറ്റ്സ്. എന്താണെന്നറിയോ? ഇന്നു മുതൽ ഈ 5 ശീലങ്ങൾ നിങ്ങളൊന്ന് തുടങ്ങി നോക്കിയേ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ, നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്തേ. ആരും അവിടെ കാണണ്ട, നിങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ചേ കണ്ണാടിയിൽ നോക്കിയിട്ട്. ദിവസവും ഒരു പുസ്തകത്തിന്റെ ഏതാനും പേജുകൾ, ഒരു 4 or 5 പേജുകൾ ഒരു ദിവസം വായിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചേ. മൂന്നാമതായിട്ട്
ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ ചെറിയ ലക്ഷ്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. നാലാമതായിട്ട് നെഗറ്റീവ് ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒന്ന് കുറച്ചു നോക്കിയേ. ചുറ്റും നെഗറ്റീവ് ആൾക്കാരാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് ആൾക്കാരുമായിട്ടുള്ള സഹവാസം ഒന്ന് കുറച്ചു നോക്കിയേ. ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്ത ഒരു 3 കാര്യങ്ങൾ ഒന്ന് എഴുതി വെച്ചേ. അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുത്തൊന്നും നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞേ, ഇന്ന് ഞാൻ ചെയ്ത ഈ 3 കാര്യങ്ങൾ എത്ര നല്ല 3 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തത്. 3 ഒന്നും ആയിരിക്കില്ല, ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് അത് ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ അന്നത്തെ ആ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട്. ചെറിയ ശീലങ്ങളുണ്ടല്ലോ, ഈ ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ, ഈ ചെറിയ ശീലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് അത് തോന്നും, പക്ഷേ അത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും, വലിയ വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. എപ്പോഴും ഓർക്കാനുള്ള ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ലോകത്തിന് നിങ്ങളുടെ മറ്റൊരു പകർപ്പല്ല വേണ്ടത്. ലോകത്തിന് വേണ്ടത് യഥാർത്ഥ നിങ്ങളെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെയാണ് ലോകത്തിന് വേണ്ടത്. നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസമല്ല, നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്ന ദിവസമാണ്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുന്നത്, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം കൂടുതൽ ഫ്ലറിഷ് ആയി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നത്, ലോകം നിങ്ങളെ അംഗീകരിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ വിജയത്തിന്റെ ഒരു പാതയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നു മുതൽ ഞാൻ എന്നെ സംശയിക്കില്ല എന്നുള്ളൊരു വാചകം നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളോട് തന്നെ ഒരു അഫർമേഷൻ കൊടുത്തേ, നിങ്ങളോട് തന്നെ ഒന്ന് അഫേം ചെയ്തേ. നിങ്ങൾ ഈ ഒരു അഫേം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മറ്റൊരാളുടെ ജീവിതം മാറ്റാനായിട്ട് സഹായിച്ചേക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം തുടങ്ങുന്നത് നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളാകാൻ ശ്രമിക്കുമ്പോഴാണ്. യഥാർത്ഥ നിങ്ങളാകാനായിട്ട് ധൈര്യപ്പെടുന്ന സമയത്തിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വഴിത്തിരിവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്, ചിൽഡ്രൻസ് കോച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷൻ ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സുകളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ക്ലാസ്സിലോ പേഴ്സണൽ സെഷനിലോ ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലൈഫിലേക്ക് എത്താനായിട്ട് നിങ്ങളെ കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിചാരിക്കുന്ന ലൈഫിലേക്ക്, നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹം, ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.